ഹായ് ഡിയേഴ്സ്, ഓണവിഭവങ്ങളിൽ ഇന്ന് ഇഷ്ടമാണ് ഉണ്ടാകുന്നത്. അതിനായി 2 വലിയ ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി 4ആയി മുറിച്ച് കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒരു 3 വിസിലിന് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ എടുക്കണം. അതിന് ഞാൻ ഒരു മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1.5 ഗ്ലാസ് തേങ്ങ. അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. പലരും പല രീതിയിലാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഞാനിങ്ങനെ എടുക്കുന്നത്, ഒരു അരിപ്പയിലേക്ക് അത് മാറ്റി കുറച്ചെടുത്ത് പിഴിഞ്ഞ് വീണ്ടും അതിനെ മിക്സി ജാറിലേക്ക് ഇടും. അങ്ങനെ മുഴുവൻ തേങ്ങയും എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റും. അപ്പോഴേക്കും നമ്മുടെ ഒന്നാം പാൽ റെഡി. ഒരുപാട് വെള്ളം ഒഴിച്ചുണ്ടാക്കരുത് ഒന്നാം പാൽ. ഇനി നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച് അതിനെല്ലാം ഒന്ന് ഉടച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒരു അല്പം ചൂടുള്ള വെള്ളം ഒഴിച്ച് അതേപോലെ ഒന്ന് അരച്ചെടുത്ത് അതേ രീതിക്ക് തന്നെ നമുക്ക് രണ്ടാം പാലും റെഡിയാക്കാം. ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ എടുത്ത് വയ്ക്കാം. 1 ഇഞ്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാള അതിൽ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ആവശ്യമായ പച്ചമുളകും മുറിച്ച സവാളയും ഇഞ്ചിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അതിന് സവാള ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റുക, പച്ചമുളകും അതിലേക്ക് ഇടണം. പിന്നെ ഒരല്പം വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി വേവാൻ വയ്ക്കുക. ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അതിൻ്റെ തോലെല്ലാം എടുത്ത് മാറ്റാം. നമുക്കിന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് അതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് പൊടിയായി ഉടയ്ക്കരുത്, ഓരോ പീസ് ഉണ്ടാവണം ഉടച്ചതിൽ, കടിക്കാൻ കിട്ടണം കഴിക്കുമ്പോൾ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഉടച്ച ഉരുളക്കിഴങ്ങിട്ട് രണ്ടാം പാലും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം വറ്റി എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ മതിയോ എന്ന് നോക്കണം. അതിനുശേഷം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് ചതച്ച ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച ശേഷം തിളയ്ക്കരുത്, നല്ലപോലെ ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യുക. അതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പില നല്ലപോലെ ഞെരടി അതിലേക്ക് ഇടണം. ആവശ്യത്തിന്, അതായത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഇഷ്ടു റെഡി. കുറച്ച് സമയം അടച്ചു വെച്ച ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. അപ്പോഴേക്കും എല്ലാം നല്ലപോലെ യോജിച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഡിയർ.